വാർത്തകളുടെ 3-ാം മണിക്കൂർ. ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഒരാളുടെ ശരീരത്തിൽ തടുപ്പോ പരുവോ പാണ്ടോ ഉണ്ടാവുകയും അത് കുഷ്ഠമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹരോൻ്റെയോ അവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവൻ്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം. പുരോഹിതൻ രോഗബാധിതമായ ഭാഗം പരിശോധിക്കണം. അവിടെയുള്ള രോമം വെളുത്തതും അവിടം ചുറ്റുമുള്ള ഭാഗത്തേക്കാൾ കുഴിഞ്ഞുമാണെങ്കിൽ അത് കുഷ്ഠമാണ്. പരിശോധിക്ക് ശേഷം അവൻ അശുദ്ധനാണെന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കണം. എന്നാൽ ശരീരത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതോ അതിലുള്ള രോമം വെളുത്തതോ അല്ലെങ്കിൽ അവനെ 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം. രോഗം ത്വക്കിൽ വ്യാപിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തന്നെ നിൽക്കുന്നുവെങ്കിൽ 7 ദിവസത്തേക്ക് കൂടി മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം. പാണ്ട് മങ്ങിയും ത്വക്കിൽ വ്യാപിക്കാതെയും കണ്ടാൽ അവൻ ശുദ്ധിയുള്ളവനാണെന്ന് പ്രഖ്യാപിക്കണം. അത് വെറുമൊരു പരുവാണ്. അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം, അപ്പോൾ ശുദ്ധിയുള്ളവനാകും. പുരോഹിത സാക്ഷ്യത്തിന് ശേഷം പരു ശരീരത്തിൽ വ്യാപിക്കുന്നെങ്കിൽ അവൻ പുരോഹിതൻ്റെ അടുക്കൽ വീണ്ടും പോകണം. പരിശോധനയിൽ പരു ശരീരത്തിൽ വ്യാപിച്ചതായി കണ്ടാൽ അവൻ അശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കണം. അത് കുഷ്ഠമാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, തുടർന്നുള്ള ഭാഗവും കുഷ്ഠത്തെക്കുറിച്ചും അതിൻ്റെ പരിശോധനകളെക്കുറിച്ചും അവനെ സഭയിൽ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചും ഒക്കെയാണ്. അവൻ അശുദ്ധനായി പ്രഖ്യാപിച്ച് അവനെ മാറ്റി നിർത്തുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ട് കടന്നു വരുമ്പം, അന്ന് കാലത്ത് കുഷ്ഠമാണ് മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു രോഗമായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കറിയാം പാപമാണ് മനുഷ്യനെ കാർന്നു തിന്നുന്ന ഭീകരമായ രോഗം. പാപം ചെയ്ത മനുഷ്യനെ ഇതുപോലെ തന്നെ സമൂഹത്തിൽ ഇന്ന് വിളയാടുന്നുണ്ട്. ഇത് അപകടത്തിന് കാരണമാണെന്ന് നമുക്കറിയാം. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ വീട്ടിൽ അല്പം ബീൻസ് വാങ്ങി വെച്ചു. അതിനകത്ത് അഴുക്കുള്ളതൊന്നോ രണ്ടോ പൂപ്പൽ പിടിച്ചതുണ്ടായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആ കെട്ടഴിച്ചു നോക്കിയാൽ അതിൻ്റെ ചുറ്റുമുള്ളത് മുഴുവൻ പൂപ്പലായിട്ട് അഴുക്കായിട്ടിരിക്കുന്നത് കാണാം. കേടായിപ്പോയി, അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ. പുഴുക്കത്തുള്ള പാപത്തിൻ്റെ ആധിപത്യത്തിലും അധീനത്തിലുമുള്ള മനുഷ്യനുണ്ടെങ്കിൽ അവൻ ബാക്കിയുള്ളവരെ കൂടി ഇതുപോലെ നശിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഇതേ അവസ്ഥയിലേക്ക് നമ്മുടെ ബാക്കിയുള്ളവരോട് കടന്നു പോകും. അവിടെ നമുക്ക് കൃത്യമായിട്ട് ഈ കുഷ്ഠരോഗം പോലെ തന്നെ പാപം നമ്മളെ കാർന്നു തിന്നുന്നത് നോക്കി നിൽക്കുന്ന അവസ്ഥയായിരുന്നു നമുക്കുള്ളത്. എല്ലാവരും പാപത്തിലേക്ക് വീണു പോകുന്ന അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, അതിനെ വേറിട്ട് കാണാനും പാപത്തിൽ നിന്ന് അകൽച്ച പ്രാപിക്കാനും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട പ്രചോദനങ്ങളും വേണ്ടതുമെല്ലാം കൊടുക്കുവാൻ ഇവിടെ പുരോഹിതനെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ശുദ്ധനാണോ അശുദ്ധനാണോ എന്ന് തീരുമാനിക്കാനുള്ള കടമയും ഉത്തരവാദിത്വവും പുരോഹിതനാണ്. നമുക്കറിയാം, നമ്മളെയും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പിക്കുന്നത് പുരോഹിതനാണ്. പാപമേറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതൻ പാപമോചനം കൊടുത്തുകൊണ്ട് അവനെ ശുദ്ധനാക്കി മാറ്റുകയാണ്. ഇത് ഏറ്റുപറയുന്നവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഏറ്റുപറയാത്തവരെ കൂടി കൂട്ടിക്കൊണ്ടുവരാനും അവരെ വിശുദ്ധീകരിക്കുവാനും ദൈവത്തിൻ്റെതാക്കി മാറ്റുവാനുമുള്ള വലിയ കടമയും ഉത്തരവാദിത്വവും ഇന്ന് മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. അത് പുരോഹിതനായിട്ട് മാറ്റിവെക്കേണ്ടതല്ല. നമ്മളുമെല്ലാം പുരോഹിത ഗണമാണെന്ന് നമുക്കറിയാം. എല്ലാ മനുഷ്യരെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമ്മൾ ശുദ്ധി പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മളെല്ലാവരും ഇറങ്ങിത്തിരിക്കാനും മറ്റുള്ളവരെ ഈ കുഷ്ഠരോഗത്തിൽ നിന്ന് മാറ്റി വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ